അതിർത്തിയിലെ സാഹചര്യം വിശദീകരിക്കാനായി പ്രതിരോധ മന്ത്രാലയം നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഇപ്പോൾ 11 മണിക്ക് തുടങ്ങേണ്ടതാണ്. രാവിലെ 11 മണിക്കായിരുന്നു ആ വാർത്താ സമ്മേളനം. അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. അതേസമയം സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. കര, വ്യോമ, നാവിക സേനാ മേധാവികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നത്? എന്താണ് വാർത്താ സമ്മേളനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഈ ചർച്ച ഇപ്പോൾ ആരംഭിച്ചതാണോ? അതെ, ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ. വാർത്താ സമ്മേളനം ഇന്നുണ്ടാകും, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് വിവരം. പക്ഷേ സമയം പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടില്ല. വാർത്താ സമ്മേളനം നടക്കുന്നതിനപ്പുറം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന യോഗം. കാരണം ഇന്നലെ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരും പ്രതിരോധ മന്ത്രിയും ഒരുമിച്ച് യോഗം ചേർന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രകോപനത്തിന് ഇനി സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഒപ്പം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നിവയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. ആ യോഗം ഏതാണ്ട് 1 മണിക്കൂറിലധികം നീളാനുള്ള സാധ്യതയാണ്. കാരണം ഇന്നലെയും മെനഞ്ഞാന്നും സമാനമായ യോഗങ്ങൾ ചേർന്നപ്പോൾ 1 മണിക്കൂറിലധികം നീണ്ടിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില ഫോൺ കോളുകൾ ഇന്ത്യക്ക് വരികയും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ചില ഫോൺ കോളുകൾ വരികയും ഈ പ്രശ്നം വെടിനിർത്തലിലേക്ക് പോകണം, അല്ല എങ്കിൽ ഈ മേഖലയിലാകെ കുഴപ്പമാകുമെന്ന ചില സംസാരങ്ങൾ ഉണ്ടായത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നം അവസാനിപ്പിക്കണമെന്ന ഒരു അഭ്യർത്ഥന പോലെയുള്ള ഒരു ഫോൺ വിളിയും ഉണ്ടായത്. അതിനുശേഷം സമാനമായി തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നമ്മുടെ സൈനിക മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും ചേർന്ന് യോഗം നടത്തി. അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് പോവുകയും വെടിനിർത്തൽ അംഗീകരിക്കുകയും വൈകിട്ട് 5 മണിയോടുകൂടി അത് നിലവിൽ വരികയും ചെയ്തത്. നിലവിൽ വന്ന ശേഷം വെടിനിർത്തൽ നിലവിൽ വന്ന് നമ്മുടെ അതിർത്തി പ്രദേശത്തേക്ക് സമാധാനം തിരികെ വന്ന് അവിടെ നിന്ന് വീടൊഴിഞ്ഞു പോയ ആളുകൾ തിരികെ വീടുകളിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. എന്താണ് സ്ഥിതി എന്ന് വിലയിരുത്തുക മാത്രമാണ് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. ആരും അപശബ്ദങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇന്നലെ രാവിലെയാണ് BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ട്വിറ്റർ പേജിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോയിൽ പറയുന്നത് കോൺഗ്രസിന്റെ സർക്കാരുകൾ അതല്ലെങ്കിൽ UPA സർക്കാർ എപ്പോഴും പാകിസ്ഥാനുമായി അനുരഞ്ജനത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ BJPയുടെ സർക്കാർ അപ്പുറത്ത് പോയി ആക്രമിച്ചിരിക്കുന്നു, ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും വീഡിയോയും എല്ലാം പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ശശി കോൺഗ്രസ് കാലത്തും ഉചിതമായ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിമർശനമായിരുന്നു വ്യംഗ്യമായി ആ വീഡിയോയിലൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓപ്പറേഷന്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യസ്തമായൊരു സ്വരം ഉണ്ടായിരുന്നല്ലോ. ഈ വീഡിയോ മുതലാണോ ഇപ്പോൾ മറ്റ് ചർച്ചകൾ ഉണ്ടാകുന്നത്? അതെ, ആ വീഡിയോ മുതലാണ് മറ്റ് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീണ്ടു പോകുന്നത്. അതായത് ആ വീഡിയോ വന്നതിന് ശേഷം കോൺഗ്രസ് ചില നേതാക്കൾ പ്രതികരണം നടത്തിയല്ലാതെ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് അങ്ങനെ അധികമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നത്തേക്ക് സമാധാനം തിരിച്ചു വന്ന ശേഷം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ രാജ്യം ഒരു യുദ്ധസമാന സാഹചര്യത്തിലാണ്, രാഷ്ട്രീയം പറയേണ്ടതില്ല, ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്, സേനയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്, അതിനപ്പുറത്തേക്ക് ഇനി കാര്യങ്ങൾ മാറുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞു. ഇന്നലെ വെടിനിർത്തൽ നിലവിൽ വന്നു, സമാധാനം പുലർന്നു, സ്ഥിതിഗതികൾ ശാന്തമായ ഘട്ടത്തിലാണ്. കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിലൊന്ന്, നിങ്ങൾ ഷിംല കരാർ ഉപേക്ഷിച്ചോ? രണ്ടാമത്തേത്, 3ാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള ഒരു വാതിൽ നിങ്ങൾ തുറന്നിട്ടിരിക്കുകയാണോ? കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് ചോദിക്കുന്നു. ഒപ്പം തന്നെ പ്രശ്ന പരിഹാരത്തിന് നയതന്ത്ര മാർഗങ്ങൾ തേടുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതല്ലാതെ ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുകയോ ചോദ്യം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഈ കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാമതൊരു രാജ്യം ഇടപെടുന്നതിന് ഇന്ത്യ ഒരിക്കലും വകവെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് അനുകൂലമായി നിന്നിട്ടില്ല, അതിന് അടിമപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക്, അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചോദിക്കുന്നത്.